ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/7/1963 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം, അസുരഗണത്തിലുള്ള നക്ഷത്രമാണ്, സ്ത്രീ ജാതകമാണിത്. വൃശ്ചിക ലഗ്നം, 2-ൽ കേതു, 3-ൽ ശനി, 4 ശൂന്യം, 5-ൽ വ്യാഴം, 6-7 ശൂന്യം, 8-ൽ സൂര്യൻ ബുധൻ, രാഹു ശുക്രൻ, 9 ശൂന്യം, 10-ൽ കുജൻ, 11 ശൂന്യം, 12-ൽ ചന്ദ്രൻ, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അത്യാവശ്യം നല്ല രീതിയിലുള്ള സമ്പത്തും മറ്റു കാര്യങ്ങളും പണവുമൊക്കെ ഉള്ള ഒരാളുടെ ജാതകം തന്നെയാണത്. ചെറിയ പ്രായം തൊട്ട് തന്നെ, അതായത് കുടുംബാന്തരീക്ഷം തൊട്ട് തന്നെ അത്യാവശ്യം അമ്മ വഴിയിലും അച്ഛൻ വഴിയിലും ഒക്കെ സ്വത്തും കാര്യങ്ങളുമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ആളുടെ ജാതകം തന്നെയാണ്. ഇതിലെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, സമ്പത്തുള്ള ഒരാൾ നല്ല കാര്യം, പക്ഷേ ഒഴുകി പോകുന്ന പണം. ഒരു കാര്യമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കരുതൽ ധനമായി വച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നേടിയിട്ടുള്ള പണമോ ഒക്കെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ലക്ഷങ്ങൾ ഒഴുകിപ്പോയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതിന് കാരണമെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, കേസുകൾ, കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാവുകയും അതോടുകൂടി ഡിവോഴ്സിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാതെയുമൊക്കെ ആയിട്ട് ധാരാളം പണം, ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് ഒഴുകിയിറങ്ങിപ്പോയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. 12-ലെ വ്യയസ്ഥാനത്ത്, അതായത് ചെലവിൻ്റെ സ്ഥാനത്ത് ഗുളികൻ, ചന്ദ്രൻ. അതുപോലെ തന്നെ ടെൻഷൻ, ഏതെങ്കിലും രീതിയിലുള്ള ആധി ഇദ്ദേഹത്തിന് എപ്പോഴും സ്ഥിരമായിട്ട്, അതൊന്നെങ്കിൽ സ്വയം എന്തെങ്കിലുമൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്തുള്ള ചിന്തകളാവാം, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളാവാം, അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളാവാം. എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് സ്ഥിരമായി ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചന്ദ്രനോടൊപ്പം മനസ്സിൻ്റെ കാരകനായിട്ടുള്ള, മാതൃകാരകനായിട്ടുള്ള ചന്ദ്രനോടൊപ്പം ഗുളികൻ 12-ൽ ചെലവിൻ്റെ വ്യയസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണിത്. അതിൻ്റെ എല്ലാം ഈ കക്ഷി അനുഭവിച്ചിട്ടുമുണ്ട്, നെഗറ്റീവായിട്ടുള്ളത് മുഴുവൻ. കുജ ലഗ്നമാണ്. നല്ല ബോൾഡായി നിലപാടുകൾ എടുക്കുകയും ബോൾഡായി സംസാരിക്കുകയും ബോൾഡായി ജീവിതത്തെ കാണുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ നെഗറ്റീവ്സിനെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അതായത് കമ്പാരിറ്റീവ്ലി നേരത്തെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുള്ള ഒരേ ഒരാളെന്ന് പറയുന്നതും ഈ ആൾ തന്നെയാണ്. അപ്പോൾ അതിനെ നേരിടേണ്ടി വരുന്നത് പണം കൊണ്ടാവുമ്പോൾ നേരിടേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹം തന്നെ പണം തന്നെ ഇറക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഇദ്ദേഹത്തിന് വളരെ മോശമായൊരു രീതിയിൽ ജീവിതത്തിൽ ഉണ്ടാവുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകളുടെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അവർ US പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതിനുശേഷം US പോയി അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ആ അമ്മയെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹത്തിന് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത്യാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആവത്തക്ക രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽത്ത് പ്രോബ്ലം കൂടെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഉറപ്പായിട്ടും സ്റ്റേറ്റ്സിലേക്ക് പോയിരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞു. ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രനിൽ രാഹുവിൻ്റെ അപഹാരമാണ്. 8-ലെ രാഹുവാണ്. പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നെഗറ്റീവ്സ് രാഹു കൊടുക്കാറുണ്ട്. അത് ഹെൽത്ത് ഇഷ്യൂ എന്നതിലുപരിയായിട്ട് ഒരു യാത്ര പോകുന്നു, അതുകൊണ്ടൊരു നന്മയുണ്ടാകുന്നു, അല്ലെങ്കിൽ മക്കളുമായി ചേരുന്നു എന്ന് പറയുന്ന അവസ്ഥ, എന്നാൽ അതിലൊരു തടസ്സം ഇരിക്കട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നെഗറ്റീവ്സിനെ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ രാഹു ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കേതു ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. 2025 ജൂലൈ 8-ാം തീയതി ഇത് മാറുകയും അവിടെ വ്യാഴത്തിൻ്റെ അപഹാരം വരികയും ചെയ്യും.
ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരുവിധം ഒതുങ്ങുകയും നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ടും തീർച്ചയായിട്ടും ഈ പറയുന്നൊരു കാലാവധിക്കകത്ത് തന്നെ ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും കരുതാം. അദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് വ്യാഴദശയിലായിരുന്നു ജനനം. 63 തൊട്ട് 72 വരെ വ്യാഴം, അതിനുശേഷം 91 വരെ ശനി, അതിനുശേഷം 2008 വരെ ബുധൻ, അതിനുശേഷം 7 കൊല്ലം കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രദശ. 2015 5-ാം മാസം 8-ാം തീയതി തൊട്ട് 2035 വരെയുള്ള 20 കൊല്ലക്കാലമാണ് ഇദ്ദേഹത്തിൻ്റെ ശുക്രദശ എന്ന് പറയുന്നത്. അതിനുശേഷം സൂര്യൻ, ചന്ദ്രൻ, കുജൻ, രാഹു, അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കൺസൾട്ടിങ്ങിനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ടോപ്പ് ബോക്സിലും ഇടുന്നുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.